അപ്പം അങ്ങനെ കൊല്ലങ്കോട്ടിലെ ചിങ്ങഞ്ചിറ ക്ഷേത്രം എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അടുത്ത സ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, താമരപ്പാടം. കൊല്ലങ്കോട്ടിലെ താമരപ്പാടത്തിലോട്ടാണ് പോകുന്നത്. ഇതേ എത്താറായി. ആ കാണുന്ന വ്യൂ ആണ് താമരപ്പാടം. അപ്പം നമ്മൾ കൊല്ലങ്കോട് താമരപ്പാടം എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ആഹാ, അന്തസ്, എന്ത് രസമല്ലേ ഈ കാണാനായിട്ട്. ഇങ്ങനെയൊക്കെ ഒരു പ്രകൃതി വേറെ എവിടെയും കാണാൻ കഴിയില്ല. അതാണ് ഈ കൊല്ലങ്കോടിൻ്റെ പ്രത്യേകത തന്നെ. സത്യം പറഞ്ഞാൽ കൊല്ലങ്കോട് ഒരു ഗ്രാമീണ പ്രദേശം അങ്ങനെ നിലകൊള്ളുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും. ഒരു ഇല്ലാതെ ഈ കതിരുകളൊക്കെ കാണാനും അതിൻ്റെ മുകളിലൂടെ കാണുന്ന വ്യൂ ഒക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ലൊരു സ്പോട്ട് തന്നെയാണ്. മാക്സിമം എല്ലാവരും കൂടുതലും ഇവിടെ വരാൻ ശ്രമിക്കുക. എന്നാലും അതിൻ്റെ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ നടക്കുമ്പോൾ എന്താ രസം നോക്കിയാൽ ഇങ്ങനെ എന്താ പറയാവോ, അത് അവിടെ തന്നെ നമ്മൾ പോയി ഫീൽ ചെയ്യണം കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ പോകാനൊക്കെ അതേ കൂടെ. പിന്നെ അത് ആ കാണുന്നതെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറേ സംഭവങ്ങളാണ്. ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവിടെ ഒരു കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്തേക്കുക. പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ച് കുറച്ച് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ഇട്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് അവിടെ. അവിടെയൊക്കെ ഫുൾ തിരക്കാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളച്ചാട്ടമൊക്കെ കാണുന്നത് കണ്ടില്ലേ, അത് നെല്ലിയാമ്പതി മലനിരകളാണ്. അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വെള്ളച്ചാട്ടമൊക്കെയാണത്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഉത്രാടം ദിനം, നമ്മുടെ ഓണത്തിൻ്റെ ഫസ്റ്റ് ഡേ ഉത്രാടം ദിനത്തിന് തന്നെ കൊല്ലങ്കോട് നോക്കി ആ ഒരു തിരക്ക് നമുക്ക് കാണണ്ടേ, ക്രൗഡ് എത്രത്തോളം ഉണ്ടെന്നത്. ആ കാണുന്ന എല്ലാം കേട്ടില്ലേ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് തുടങ്ങുന്ന മൊത്തം ബ്ലോക്കാണേ. വേണ്ടല്ലേ, അവിട്ടം വരെയും ഫുള്ളും ബ്ലോക്കിന്റെ തിരക്കാണ്. എന്താ വെച്ചാൽ അത്രയും തിരക്ക്. നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഭംഗി അറിഞ്ഞ് ഇതിന്റെ ഐതിഹ്യങ്ങളെല്ലാം അറിഞ്ഞ് എല്ലാവരും അത്രയും തിരക്കിലോട്ട് ആൾക്കാർ ഇത്രയും ജനങ്ങൾ വന്നിരിക്കും. അതാ കാണുന്ന കണ്ടില്ലേ, അതൊക്കെയാണ് നമ്മുടെ പുതിയ കുറേ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാം പുതിയതായി പണിതതാണ്. ഇതേ കാണുന്ന അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. 30 രൂപ, ഒരാൾക്ക് 30 രൂപ എന്ന രീതിക്കാണ് അവിടെ ഈടാക്കുന്നത്. 30 രൂപ കൊടുത്തിട്ട് നമുക്ക് കാണാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്തേക്കണം. നമ്മൾ പിന്നെ അതിനകത്തൊന്നും കയറിയില്ല. അത് പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ കൊല്ലങ്കോട് കാണാൻ നല്ല അതിമനോഹരമാണ്. അല്ലാതെ ഇത്രത്തോളം ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ ആ പഴമ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടണം. അല്ലാതെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പിടിപ്പിച്ചത് കൊണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പം ഞങ്ങളിതേ അവിടുത്തെ നമ്മുടെ താമരപ്പാടമൊക്കെ കണ്ട് ഇങ്ങനെ മുകളിലോട്ട് കയറുകയാണ്. നല്ല തിരക്കാട്ടോ, നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ ഓണസമയം കൂടി ആയതുകൊണ്ട് അതിൻ്റെ തിരക്ക് കൂടി ഉണ്ട്. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അരവിയേട്ടൻ്റെ താമരപ്പാടം എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരവിയേട്ടൻ്റെ സ്വന്തം താമരപ്പാടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. മനോഹരമായ എന്താല്ലേ വ്യൂ. ഇവിടെ നിന്ന് നോക്കുന്ന കിട്ടുന്ന ആ വ്യൂ പോയിന്റ് വേറെ വണ്ടിയും കിട്ടില്ല. എന്താ രസം. ഞങ്ങൾ പോയ ക്ലൈമറ്റ് പിന്നെ അത് പറയാൻ പറ്റും. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അധികം വെയിലൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇത് പണ്ടത്തെ പോലെയൊന്നും അല്ല, ഒത്തിരി മാറി. പണ്ടിങ്ങനെ ടിക്കറ്റ് കൗണ്ടറും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്കത് കാണാനായിട്ട് പോകാനായിട്ട്. ഇവിടെ കുറച്ച് സൈഡ് നമുക്ക് കുഴപ്പമില്ല, കാണാൻ പറ്റും. പക്ഷെ അപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് നന്നായി ഇതിൽ കാണുന്ന ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതിന് ടിക്കറ്റും കൂടിയുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താല്ലേ, കൊല്ലങ്കോടൊക്കെ മാറിയ മാറ്റമേ. എങ്ങനെ കടന്നിരുന്ന കൊല്ലങ്കോടാ. പക്ഷെ ഒത്തിരി മാറിയിട്ടാ, പണ്ടത്തെ പോലെ അല്ല കൊല്ലങ്കോട് ഇപ്പം നിലനിൽക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ ഇത്രയും അങ്ങനത്തെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു.
അങ്ങനെ ചെയ്യാതെ തന്നെ കൊല്ലങ്കോട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇപ്രാവശ്യം പോയപ്പോൾ. ആദ്യമൊക്കെ കുറേ കാലം മുമ്പ് പോയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊല്ലങ്കോട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭംഗി നല്ലൊരു രസമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇപ്പം ഈ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. പിന്നെ നമ്മളിതേ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ അരവിന്ദ് ഏട്ടൻ്റെ താമരപ്പാടമൊക്കെ കണ്ട് നമ്മളിതേ തിരിച്ച് വേറൊരു സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഇടവഴിയാണ്. ഒരുപാട് വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത പോലെ ഒരു ഒറ്റ വണ്ടിക്ക് തന്നെ പോയി, കാറിലേക്കാണെങ്കിൽ ഒരു കാറ് പോകാൻ പറ്റുന്ന പോലത്തെ ഒരു വഴിയാണ്. അതിൽ കൂടെ ഇങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടർന്നു. നമ്മുടെ ചുറ്റും അപ്പുറത്തൊക്കെ മലനിരകളൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല രസമാണ്. പിന്നെ സന്ധ്യാസമയമായതുകൊണ്ട് കുറച്ചുകൂടി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ ആട് മേയ്ക്കുന്നുണ്ടായിരുന്നു ഒരു ചേച്ചി, ആടൊക്കെ മേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ചേച്ചി ഞങ്ങളെ പതുക്കെ കണ്ടു, വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ മെല്ലെ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഇപ്പോൾ. പിന്നെ ഇതേ ഒരു സ്ഥലത്തിൻ്റെ കാര്യം ഈ ചേട്ടൻ വരുന്നുണ്ട്, ആ ചേട്ടനോട് ചോദിച്ചോ. ഡാമിന്റെ വ്യൂ പോയിന്റ് കാണാൻ പോണത് ചുള്ളിയാർ ഡാം ലെഫ്റ്റ് കാറ് പോവല്ലേ ഇങ്ങോട്ട്? അവിടെ കുറച്ചുകൂടി പോയാൽ മതി അല്ലേ? ഈ റോഡ് തന്നെ നേരെ പോയോ? ഈ റോഡ് മെയിൻ പോയി. അവിടെ വന്നില്ലേ മെയിൻ റോഡ്? പോയി ലെഫ്റ്റ് റോഡ് കട്ട് ചെയ്താൽ ആ ലെഫ്റ്റ് റോഡ് മെയിൻ റോഡിലോട്ട് എത്തും അല്ലേ? മെയിൻ റോഡിൽ പോയി കഴിഞ്ഞിട്ട് അതാ പോണത്. മറ്റേ ഇതിൽ കൂടെ വന്നിട്ട് പോകാനുള്ള റൂട്ട് കുറവായിരിക്കും അല്ലേ? അല്ല, കുറവാണ്, മറ്റേ ദൂരം കുറവാണ്, പക്ഷേ റോഡ് മോശമാണ്. ശരി ഓക്കെ ഏട്ടാ, താങ്ക് യു. പശു പോട്ടെ. അങ്ങനെ ആ ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ച് നമ്മളിത് വീണ്ടും യാത്ര തുടർന്നു. ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലായി പോലും ഇല്ല. അപ്പം നമ്മളിത് എങ്ങനെ പോവുകയാണ്. നമുക്കെന്തായാലും മാപ്പ് ഇട്ടിട്ടുണ്ട്, മാപ്പ് ഇട്ട രീതിയിൽ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ്, എവിടെ എത്തും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. വഴി വീണ്ടും ഭയങ്കര ശോകമായ വഴിയാണ് കേട്ടോ, ഫുള്ളും അലമ്പ് വഴിയാണ്, കുണ്ടും കുഴിയും അല്ലാതെ വേറെ ഒന്നുമില്ല. നല്ലൊരു റോഡൊന്നും പ്രതീക്ഷിക്കേണ്ട ആരും. ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ റോഡുകളൊക്കെ കൂടുതൽ. പിന്നെ കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു റോഡെത്തി, കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ പറ്റും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പിള്ളേരെ കണ്ടത്. അപ്പം നമ്മളിവിടെ നിർത്തി. ഇറങ്ങാൻ പറ്റുമോ? അവിടെ ചോദിച്ചു നോക്കിയല്ലേ അതിന് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? ആയിരുന്നോ താഴത്തോട്ട്? വിളിക്കാം. താഴെ പോയിട്ട് വരാം. വരുന്നോ? പേരെന്താ? ഭരതത്രയിലെ പഠിക്കണേ? 3 താഴെ പോയിട്ടുണ്ടോ? അറിയാം, നമുക്ക് കാണിക്കാം. വഴി കാണിച്ച എങ്ങനെയാ പോവാ? അതൊരു അനിയത്തിയാണോ? ഏത് സ്കൂളിലാ പഠിക്കണേ? ആട്ട് കമ്പനിയാ?
ആട്ടിയാമ്പതി. അതെവിടെയാണ് സ്ഥലം? അടുത്തന്നെയാണോ? ഡാമിന്റെ പേരെന്താണ്? ചുള്ളിയാർമേട് ഡാം. ഇതിന്റെ വ്യൂ പോയിന്റ് എവിടെയാണ്? ഇത്രയേ ഉള്ളോ കാണാം ഇവിടെ? അപ്പുറത്തെ വഴി കാണാൻ മതിയായിരുന്നല്ലേ? ഇതെല്ലാം ചെറിയ. പഠിക്കുന്നേ? 3-ലോ? പേരെന്തോ പറഞ്ഞു? പേര് ഭരത്. ഭരത്. പറ്റുമോ? ഏതാ അങ്ങനെ വെള്ളം എല്ലാം കാണാൻ പറ്റുമോ? വ്യൂ ഇവിടെ ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പുറത്താ? സമയം കുറച്ച് വൈകി, ഇരുട്ടാവാറായി. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്തു. അപ്പോൾ നമ്മളെ നമ്മുടെ ഭരത്തിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? ചെക്ക നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ കാണിച്ചു തന്നല്ലേ. അപ്പോൾ നമുക്കൊരു സ്പോട്ടിലോട്ട് പോകാം. നമ്മുടെ ഭരത്തിന് ഭരത്തും അവൻ്റെ അനിയത്തിക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അതൊന്നും നമ്മൾ ഈ വീഡിയോനകത്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഡാം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിൻ്റെ അങ്ങോട്ട് എത്തി. ഇതാണ് ചുള്ളിയാർ ഡാം. ഇരുട്ടായി, അധികമൊന്നും കാണുന്നില്ല. കുറച്ച് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. ഭയങ്കരമായിട്ട് ഇരുട്ടായി കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ കുറച്ച് മുമ്പോട്ട് നടന്നു. നമ്മൾ വണ്ടി വരെ അവിടെ പാർക്ക് ചെയ്യണം. അതിന് ശേഷം കുറച്ച് മുമ്പോട്ട് നടക്കാനും ഉണ്ട്. മുകളിൽ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രണ്ട് വശം നോക്കുമ്പോഴേ ആരും അധികം കാണില്ല. അപ്പോൾ ഗായ്സ്, സമയം ഒത്തിരി വൈകി. നമ്മൾ ചന്ദ്രൻ വരെ വന്നു തുടങ്ങി. ഒത്തിരി സമയം വൈകി. അപ്പോൾ എല്ലാവരും ഡാമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയമായി. അപ്പോഴാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം. അതാണ് ആ ഡാമിന്റെ വ്യൂ പോയിന്റ്. വ്യൂ എല്ലാം വരുന്നല്ലേ? ആ, ഇവിടെ വലുതായിട്ടൊന്നും കാണാനില്ല. ചെറിയൊരു ഡാമാണ്. പിന്നെ രാത്രി ക്യാമറയിൽ രാത്രിയായിട്ടില്ലെങ്കിലും പുറമേ നല്ല ഇരുട്ടായിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല, ഐഫോണിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഫുള്ളും ഇവിടെ ഇരുട്ടാണ്, പക്ഷെ ഐഫോണിൽ വെട്ടമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.